ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഏതാണ്ട് 10 വർഷത്തോളം പഴക്കമുള്ളൊരു പഴയ കമ്പ്യൂട്ടറാണ്. ഡ്യുവൽ കോർ സിസ്റ്റമാണ്. നമ്മുടെ ഈ ഒരു ഓഫീസിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. 2013, 14 കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനെ ഒരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ മീഡിയ വോൾട്ട് എന്നുള്ളൊരു ഫയൽ സെർവർ സോഫ്റ്റ്വെയർ ഇട്ടുകൊണ്ട് ഒരു സെർവർ ആക്കി മാറ്റാൻ വേണ്ടി പോവാണ്. നാസ് സെർവർ, നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഓഫീസിലുള്ള ഒരു 10-15 സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അവരുടെ പെർമിഷനിൽ ഓരോ ആളുകൾക്കും പ്രത്യേകം പെർമിഷൻ കൊടുത്തുകൊണ്ട്, അതായത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഫയൽസ്, അതുപോലെ തന്നെ സെയിൽസ് ടീമിന് അവർ മാത്രം ആക്സസ് ചെയ്യേണ്ട ഫയൽസ് അവരുടെ മാത്രം പെർമിഷനിൽ കൊടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. കൂടാതെ എൻ്റെ പേഴ്സണൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഈ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഈ ഒരു നെറ്റ്വർക്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ സെർവർ ആക്കിയിട്ട് ഈ ഒരു സിസ്റ്റത്തെ ഞാൻ മാറ്റാൻ വേണ്ടി പോവാണ്. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ആർക്കും ഒരു 10 പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. കറണ്ട് ബില്ല് മാത്രം കൊടുത്താൽ മതി. കാരണം ഈ ഓപ്പൺ മീഡിയ വോൾട്ട് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഇന്റർനെറ്റിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു കമ്മ്യൂണിറ്റി വേർഷൻ ആണ്. ഞാൻ ഈ ഒരു സിസ്റ്റത്തെ ഓപ്പൺ മീഡിയ വോൾട്ട് സോഫ്റ്റ്വെയർ ഇട്ടുകൊണ്ട് ഞാൻ നാസ് സെർവറായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50,000 രൂപയോളം വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഒരുപാട് നാസ് സെർവറുകൾ നിങ്ങൾക്ക് ആമസോണിൽ കാണാൻ സാധിക്കും. അതിനൊക്കെ ഏതാണ്ട് ഇത്രത്തോളം തന്നെ കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ക്യുനാപ്പ്, സിനോലോഗി പോലെയുള്ള നാസ് സെർവറുകളാണ് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അതിനൊക്കെ അത്രത്തോളം വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റം അവരുടെ സിസ്റ്റവുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ സോഫ്റ്റ്വെയർ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്, ഫ്രീലി അവൈലബിൾ ആണ്. നമ്മുടെ പഴയ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ഇട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ പവറിൻ്റെ കേസിനകത്ത് കറണ്ട് ബില്ല് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും അവരുടെ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത്. കാരണം അവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോമ്പാക്റ്റ് സൈസാണ്, എഫിഷ്യൻ്റ് ആണ് പവറിൻ്റെ കാര്യത്തിൽ. പക്ഷേ പെർഫോമൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കറണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കായി ഒരു 3 കറണ്ട് മാത്രമേ അത് വലിക്കുകയുള്ളൂ. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ കറണ്ട് വലിക്കും. പക്ഷേ നിങ്ങളുടെ ആവശ്യം കുറച്ച് ചെറിയ ആവശ്യമാണ്, വളരെ കുറച്ച് സമയമാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഈ 19,000 രൂപ കൊടുക്കണത്? നമുക്ക് നല്ലൊരു സിസ്റ്റം കിട്ടില്ലേ? പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ടെക്നിക്കലി അറിവുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രമല്ല, എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളത് 19,000 കൊടുത്ത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. പെർഫോമൻസിൻ്റെ ബേസിൽ നോക്കുന്ന സമയത്തൊക്കെ ഏതാണ്ട് ഏറെക്കുറെ സിമിലർ ആണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റമാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ നാസ് സെർവർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ നാസ് സെർവറിലേക്ക്, നമ്മുടെ ഓപ്പൺ മീഡിയ വോൾട്ട് നാസ് സെർവറിലേക്ക് പിങ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാസ് സെർവറിൻ്റെ IP അഡ്രസ്സ് കേട്ടോ. 10.0.0.199 എന്നാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പിങ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത് ഓക്കെയാണ്. ഇനി നമുക്ക് ഗൂഗിൾ ക്രോമോ, മോസില്ല ഫയർഫോക്സോ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു സിസ്റ്റത്തെ ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ IP അഡ്രസ്സ് 10.0.0.199 ആയതുകൊണ്ട് അത് നമ്മൾ ബ്രൗസറിൽ കൊടുക്കുക. അപ്പോൾ ഒരു ബ്രൗസർ വഴി മാത്രമാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നാണ് ആ ഒരു സിസ്റ്റത്തെ ആക്സസ് ചെയ്യുന്നത്. അത് എൻ്റയർലി ഒരു ഡിഫറൻറ്റ് സിസ്റ്റമാണ്. അത് കമാൻഡ് മോഡിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. നമുക്ക് മോണിറ്റർ വെച്ചിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ബ്രൗസർ വഴിയാണ് അതിനെ ആക്സസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡും യൂസർ ഐഡിയും നമ്മൾ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അഡ്മിൻ എന്നാണ് യൂസർ ഐഡി. അത് ഡീഫോൾട്ട് യൂസറാണ്. അപ്പോൾ പാസ്വേഡ് നമുക്ക് വന്നിരിക്കുന്നത് ഓപ്പൺ മീഡിയ വോൾട്ട് എന്ന് തന്നെയാണ് കേട്ടോ. ബൈ ഡീഫോൾട്ട് അതിൻ്റെ പാസ്വേഡ് ഓപ്പൺ മീഡിയ വോൾട്ട് എന്നായിരിക്കും. അത് കൊടുത്ത ശേഷം ലോഗിൻ എന്ന് കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പറ്റി കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാഷ്ബോർഡാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു ഡിസ്ക് വെച്ച് കഴിഞ്ഞാൽ അത് വൈപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഡിസ്ക് വൈപ്ഡ് ആണ്, അതുകൊണ്ട് ഞാനിപ്പോൾ വൈപ്പ് ചെയ്യുന്നില്ല. വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ആ ഒരു ഹാർഡ് ഡിസ്ക് ഫ്രഷ് ആയി മാറും. അതിനകത്ത് ഒരു ഡാറ്റ ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഫയൽ സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ക്രിയേറ്റ് മൗണ്ട് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ഇതിൻ്റെ മുകളിൽ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് ext4 ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഫയൽ സിസ്റ്റം ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ext4ൽ. ഇതൊരു അല്പ സമയം എടുക്കും ഈ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആക്ച്വലി ഈ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ആകാൻ വേണ്ടി മാത്രമാണ്.
ബാക്കിയുള്ള സെറ്റപ്പിനൊന്നും ഇത്ര സമയം എടുക്കുകയില്ല കേട്ടോ. നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഓക്കെ ആയിട്ട് വരണ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻഡ് ഓഫ് ലൈൻ എന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ആയി. ഈ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വിൻഡോയിലേക്ക് പോകും. അത് മൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വിൻഡോ ആണ്. ഇനി ഇതിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്ഷൻ എടുത്തിട്ട് മൗണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫയൽ സിസ്റ്റം എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ സിസ്റ്റം കാണിക്കുന്നുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ടാഗ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് മൈ ഡാറ്റ എന്നാണ് കേട്ടോ. ഇതിനൊരു ടാഗ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് ആ ഒരു പേര് അവിടെ കാണിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ സേവ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ ഇവിടെ ചേഞ്ചസ് അപ്ലൈഡ് ആയിട്ടില്ല. നമ്മളിവിടെ ഈ മുകളിൽ കാണുന്ന അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അത് അപ്ലൈഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എസ് അടിക്കുക. അപ്പോൾ ഇപ്പോൾ /dv/sda എന്നുള്ള ആ ഒരു ഡിവൈസ് ലേബലിൽ ഇവിടെ ഒരു പുതിയൊരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ആയി. അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ ഇപ്പോൾ ഓൺലൈൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഒരു അല്പസമയം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ext4ൽ ഇപ്പോൾ ഒരു സിസ്റ്റം ഒരു ഫയൽ സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷെയർഡ് ഫോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഷെയർഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി ഒരു ഷെയർഡ് ഫോൾഡറും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകും. അതായത് ഒരു ഫോൾഡർ നമ്മൾ നമ്മുടെ ഈ ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. അതിൻ്റെ ഒരു പേര് നമുക്ക് എന്താ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഇടാൻ വേണ്ടി പോണത് ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു മൈ ഡാറ്റ എന്നുള്ള ആ ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ പാത്ത് ഇവിടെ ഓട്ടോമാറ്റിക് കാണിക്കുന്നുണ്ട്. റിലേറ്റീവ് പാത്ത് കാണിക്കുന്നുണ്ടോ. പിന്നെ എന്താണ് അതിൻ്റെ പെർമിഷൻ എന്നുള്ളതാണ് താഴെ കൊടുത്തേക്കണം. അപ്പോൾ ഞാനിപ്പോൾ everyone റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻ കൊടുക്കുവാണ്. ഇനി അതിന് വേണമെങ്കിൽ നമുക്കൊരു ടാഗ് കൊടുക്കാം. അപ്പോൾ ഡാറ്റ എന്നുള്ള ഒരു ടാഗ് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓട്ടോമാറ്റിക് വന്നതാണ്. നിങ്ങൾക്ക് എന്നാ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇവിടെ സേവ് ചെയ്യാം. ഇപ്പോൾ അതേ നമ്മുടെ ആ ഒരു ഷെയർഡ് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അതും നമ്മളിവിടെ അപ്ലൈ എന്ന് കൊടുക്കണം കണ്ടോ. എസ് അടിക്കുക. അപ്പോൾ ഇനി നമ്മൾ സർവീസസിലേക്ക് പോവാം. അത് ചെയ്യണമെങ്കിൽ മുന്നേ നമുക്ക് സർവീസസിലേക്ക് പോവാം. നമ്മളിപ്പോൾ ചെയ്തേക്കണ ആ ഒരു ഷെയർഡ് ഫോൾഡർ നമ്മൾ വിൻഡോസിലാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് SMB ഷെയർ ആണ് നമുക്ക് വേണ്ടത്, സാമ്പാ ഷെയർ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഷെയർഡ്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ ആ ഒരു ഷെയർഡ് ഫോൾഡർ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ, ഓഫീസ് എന്നുള്ളത്. ഇവിടെ നമുക്ക് പബ്ലിക് ഷെയറിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗസബിൾ ആയിരിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പെർമിഷൻസ് ഒക്കെ ഇൻഹെറൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. പിന്നെ നമ്മുടെ ACL റൂളൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ടിക്ക് ഇടാം. വേറെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റ് എന്നുള്ളതിൽ പോയിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന യൂസർ ഇപ്പോൾ അച്ചു എന്ന് പറഞ്ഞ യൂസറെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ACHU എന്ന് കൊടുത്തു. അയാളുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം, achu@gmail. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മെയിൽ ID ഇല്ല കേട്ടോ. നിങ്ങൾ കൊടുക്കുമ്പോൾ യഥാർത്ഥ മെയിൽ ID ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. പാസ്വേഡ് ഞാനിവിടെ നെക്സ എന്ന് കൊടുക്കുകയാണ്. കൺഫേം ദ പാസ്വേഡ് നെക്സ. പിന്നെ ആ യൂസർക്ക് വേണ്ടി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആവുമല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഷെല്ലൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇത് റിമോട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റും യൂസറിന്, അതായത് SSH വഴി. അങ്ങനെയൊക്കെ കയറുമ്പോഴത്തേക്കുമാണ് ഇവിടെ ഷെല്ല് വരുന്നത്. ഇനി ആ യൂസറിന് നമുക്ക് ഒരു ഗ്രൂപ്പിലേക്ക് തട്ടാം. ആ ഗ്രൂപ്പ് നമുക്ക് യൂസേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. യൂസേഴ്സ് കണ്ടോ, യൂസേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഇടുന്നില്ല. അത്രയും മാത്രം ഇട്ട ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ SMB സർവീസും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിൽ ഈ ഒരു ഫോൾഡർ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇവിടെ SMB ഓപ്ഷൻസിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. അതിലിവിടെ എനേബിൾ എന്നുള്ള ടിക്ക് ഇട്ട ശേഷം നമ്മുടെ ബ്രൗസിംഗ് ഫീച്ചർ എല്ലാം ടിക്ക് ഇടുക. അതിനുശേഷം നെറ്റ് ബയോസ് ഫീച്ചറൊക്കെ എനേബിൾ ചെയ്ത ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സേവ് ചെയ്യുക. അതിന് അപ്ലൈ സെറ്റിങ്സ് അടിക്കുക. ഇത് നമ്മൾ വിൻഡോസ് ബേസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ ഷെയർഡ് ഫോൾഡർ. അപ്പോൾ നിങ്ങൾ ഈ ഡബിൾ ലെഫ്റ്റ് സ്ലാഷ് റൺ എടുത്ത ശേഷം ഡബിൾ ലെഫ്റ്റ് സ്ലാഷ് കൊടുക്കുക. ഇങ്ങനെ വലത്തേക്കല്ല സ്ലാഷ് കൊടുക്കേണ്ടത്, ഇടത്തേക്കാണ് രണ്ടെണ്ണം കൊടുക്കട്ടെ. 10.0.0.199 ഓക്കെ അടിക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ കൊടുക്കാനുള്ള യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ അച്ചു എന്നാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാസ്വേഡ് നെക്സ എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണ ആ ഒരു ഷെയർഡ് ഫോൾഡർ, ഓഫീസ് എന്നുള്ള ഫോൾഡർ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
നമ്മുടെ പിസിയിൽ കാണിക്കുന്ന സി ഡ്രൈവ്, ഡി ഡ്രൈവ്, ഇ ഡ്രൈവ് പോലെ ഒരു ഡ്രൈവ് ആയിട്ട് നമ്മുടെ ഈ NAS സെർവറിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദിസ് പിസി എന്നുള്ള ഈ ഒരു ഓപ്ഷന്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം മാപ്പ് നെറ്റ്വർക്ക് ഡ്രൈവ് എന്ന് കൊടുക്കുക. ഇവിടെ നമ്മുടെ സെർവറിന്റെ IP കൊടുക്കുക 10.0.0.199. ലെഫ്റ്റ് സ്ലാഷ് കൊടുത്ത ശേഷം നമ്മുടെ ഷെയർഡ് ഫോൾഡറിന്റെ പേര് അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫിനിഷ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു ഷെയർഡ് ഫോൾഡർ കണ്ടോ. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്തിട്ട് NAS സ്റ്റോറേജ് എന്നൊരു പേരും കൂടെ കൊടുക്കാം കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രൈവിലേക്ക് ഇടുന്ന ഫോട്ടോസ്, പിക്ചേഴ്സ്, വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ സെർവറിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ചാനൽ നമ്പർ വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് കോൺഫിഗറേഷൻ ചെയ്യണത്, ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ. കൂടാതെ ഫ്യൂച്ചറിൽ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന വീഡിയോയിൽ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യും. അതായത് ലിനക്സ് ബേസ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലേക്ക് ഷെയർ ചെയ്യണത് വേറെ രീതിയിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആപ്പിൾ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ഷെയർ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ക്യാമറകളൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് റെക്കോർഡ് ചെയ്യിക്കാം, അതും പോസിബിൾ ആണ്. എൻ്റെ ഫോണിലുള്ള പിക്ചേഴ്സ് ഞാനിപ്പോൾ ഇന്നലെ ഒരു ടൂർ കഴിഞ്ഞ് വന്നുള്ളതെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കുറേ ഫോട്ടോസ് ഉണ്ടാവും. അതൊന്നും എനിക്ക് അതോട്ട് കുത്തിയിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ത്രൂ വൈഫൈ അത് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യും. പക്ഷേ അതെല്ലാം ചാനൽ നമ്പർ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ചാനൽ നമ്പർ വീഡിയോ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ അതുപോലുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. പക്ഷേ നമ്മുടെ ഈ ചാനലിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പല ആളുകൾക്കും അത്രയും കോൺഫിഗറേഷനോ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾ അവിടെ ഒരു ₹159 പേയ്മെന്റ് കൊടുത്ത് അത് കാണുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് അത്ര എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് അത് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. കാരണം നമുക്കിപ്പോൾ ഏതാണ്ട് 300 പേരോളം വീഡിയോസ് കാണുന്നുണ്ട്. ചാനൽ നമ്പർ നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആകാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ഇതേപോലുള്ള ടെക്നിക്കൽ എന്തൂസിയാസ്റ്റിക് ആണെങ്കിൽ ഞാൻ IP ക്യാമറകളെ പറ്റിയും നെറ്റ്വർക്കിങ്ങിനെ പറ്റിയാണ് അതിനകത്ത് കൂടുതലായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചും വളരെയധികം നിങ്ങൾക്ക് ഇൻപുട്ട് അതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു 300 ആൾക്കാരോളം കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെല്ലാം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. കൂടുതലും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കുള്ള അറിവ് അല്ലെങ്കിൽ ഞാൻ തേടിപ്പിടിച്ച് കണ്ടെടുക്കുന്ന അറിവുകൾ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. താങ്ക്സ് ടു യൂട്യൂബ്. പക്ഷേ ഈ പൂർണ്ണമായിട്ടുള്ള അതിനകത്തൂടെ കിട്ടുന്ന എമൗണ്ട് ഒന്നും എനിക്കല്ല കേട്ടോ വരുന്നത്. അത് യൂട്യൂബിലേക്കാണ് പോകുന്നത്. കാരണം ഞാൻ അവരുടെ ഒരു സർവീസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പുതിയ ആളുകളെ അവിടെ കയറ്റാൻ വേണ്ടിയിട്ടോ പഴയവരെ കളയാൻ വേണ്ടിയിട്ടോ ഒന്നും സാധിക്കില്ല. ആരൊക്കെ ഉണ്ടെന്ന് മാത്രം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് ഒരു മാസം ഒരു 4 വീഡിയോസ് വരെ ഇടാറുണ്ട്. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.